ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധ സഭ നോമ്പിൻ്റെ പുണ്യ നാളുകളിലൂടെ പ്രയാണം ചെയ്ത് അതിൻ്റെ പാതി പിന്നിട്ട് കർത്താവ് രക്ഷാകരമായ പീഡാനുഭവത്തിലേക്കും ഉയിർപ്പ് പെരുന്നാളിലേക്കും അടുത്തു വരുന്നതായ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് പുനർചിന്തനം ചെയ്യുവാനും വിശുദ്ധിയോടെ മുന്നേറുവാനും ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ ചിന്തയ്ക്കും ധ്യാനത്തിനുമായിട്ട് പിതാക്കന്മാർ ക്രോഡീകരിച്ച വേദഭാഗം വിശുദ്ധ മർക്കോസിന് സുവിശേഷം 5-ാം അധ്യായം 21 മുതൽ 43 വരെയുള്ള വേദഭാഗമാണ്. അവിടെ നമ്മൾ കാണുന്നത് യേശുബ്രാൻ്റെ അടുക്കൽ സംഘാലയ പ്രമാണിയായ യായിറോസ് എന്ന പേരുള്ള ഒരു മനുഷ്യൻ വന്ന് തൻ്റെ 12 വയസ്സ് പ്രായമുള്ള മകൾ അത്യാസന നിലയിലാണ്. യേശുബ്രാൻ വന്ന് അവളുടെ തലയിൽ കൈവച്ച് രോഗസൗഖ്യം കൊടുത്ത് അവളെ എണീപ്പിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്. ഇതനുസരിച്ച് യേശുബ്രാൻ യായിറോസിൻ്റെ ഭവനത്തിലേക്ക് പോകുന്ന വഴിക്ക് 12 സംവത്സരമായി രക്തസ്രാവം പിടിച്ചവളായി പല ചികിത്സ നടത്തിയിട്ടും ഫലം കണ്ടെത്താത്ത സ്ത്രീ ആ തിക്കിൻ്റെ ഇടയിൽപ്പെട്ട് യേശുവിൻ്റെ അടുക്കൽ വന്ന് യേശുദമ്പുരാൻ്റെ വസ്ത്രത്തിൽ തൊട്ട് അവിടെ സൗഖ്യം പ്രാപിക്കുകയാണ്. വീണ്ടും ആ സന്ദർഭത്തിൽ യായിറോസിൻ്റെ ഭവനക്കാർ വന്ന് പറയുകയാണ്, ബാലിക മരിച്ചു, ഇനി ഗുരുവിനെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുകയാണ്. അപ്പോൾ യേശുദമ്പുരാൻ പറയുകയാണ്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ ഭവനത്തിൽ യേശുദമ്പുരാൻ കടന്നു ചെല്ലുന്നു. ആ ബാലികയെ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആ മകളെ എണീപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇതിൽ നിന്നും ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഒന്നാമതായിട്ട് യായിറോസ് ഒരു സംഘാലയ പ്രമാണിയാണ്. എന്നിരുന്നാലും ജീവിതത്തിൽ ഒരു പ്രയാസം വന്നു കഴിഞ്ഞപ്പോൾ യേശുദമ്പുരാൻ്റെ അടുക്കൽ കേണ് അപേക്ഷിക്കുന്നതായ ഒരു അനുഭവമാണ്. നമുക്കെത്ര അധികാരമുണ്ടെങ്കിലും സ്ഥാനമാനങ്ങളുണ്ടെങ്കിലും ജീവിതത്തിൽ പ്രതിസന്ധിയും പ്രയാസവും രോഗമൊക്കെ വരുമ്പോൾ ദൈവസന്നിധിയിൽ വിനയപ്പെടുവാൻ സാധിക്കണമെന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. മറ്റൊരു കാര്യം, ഈ രക്തസ്രാവക്കാരിയായ സ്ത്രീ 12 സംവത്സരമായിട്ട് ചികിത്സ ചെയ്യുന്നു. തൻ്റെ പണമെല്ലാം അതിനു വേണ്ടി മാറ്റിവെക്കുന്നുണ്ട്. പക്ഷേ യാതൊരു പ്രയോജനം ഉണ്ടാകുന്നില്ല. ഇവിടെയാണ് മനസ്സിലാക്കുന്നത്, വൈദ്യശാസ്ത്രം പരാജയപ്പെടുന്നിടത്ത്, സമ്പത്ത് പരാജയപ്പെടുന്നിടത്ത് ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവിൽ ഉറച്ച ഒരു വിശ്വാസമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ സാധിക്കും എന്നുള്ള വലിയൊരു വസ്തുതയാണ്. സഭയുടെ വിശ്വാസമായിട്ട് ചേർത്ത് ചിന്തിക്കുമ്പോൾ നമ്മൾ കാണുന്നത്, അവിടെ രക്തസ്രാവക്കാരി സ്ത്രീ യേശുദമ്പുരാൻ്റെ വസ്ത്രത്തെ തൊട്ട് സൗഖ്യം പ്രാപിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തികൾ 19-ാം അധ്യായത്തിൽ പൗലോസ് ശ്ലീഹായുടെ ഊറുമാൽ രോഗികളുടെ മേൽ ഇടുകയും അവർ സൗഖ്യം പ്രാപിക്കുകയും ചെയ്തിരുന്നു. എന്ന് വെച്ചാൽ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പരിശുദ്ധ സഭ തിരുശേഷിപ്പുകളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത്. യേശുദമ്പുരാൻ അങ്ങോട്ട് പോകുമ്പോൾ ആ കൂട്ടത്തിൽ ഒത്തിരി പേരുണ്ട്. ആ തിരക്കിനിടയിൽ അനേകർ യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടിട്ടുണ്ടാകാം. പക്ഷേ വിശ്വാസത്തോടെയാണ് ആ സ്ത്രീ യേശുദമ്പുരാൻ്റെ വസ്ത്രത്തെ തൊട്ടതെങ്കിൽ അവൾക്ക് അവിടെ സൗഖ്യം കിട്ടുകയാണ്. നമ്മൾ വിശ്വാസത്തോടെ ആത്മസമർപ്പണത്തോടെ തിരുശേഷിപ്പിൽ മധ്യസ്ഥൽ അഭയപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അനുഗ്രഹം പ്രാപിക്കാൻ സാധിക്കും, മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. അതുപോലെ ആ യായിറോസിൻ്റെ മകൾ, അവളെ യേശുദമ്പുരാൻ വീണ്ടും എഴുന്നേൽപ്പിക്കുകയാണ്. അവൾ ഉറങ്ങുകയാണ് എന്നാണ് യേശുദമ്പുരാൻ പറയുന്നത്. നമ്മുടെ വിശ്വാസം അനുസരിച്ചും നമ്മൾ ഉപയോഗിക്കുന്നത് നിദ്ര പ്രാപിച്ചവർ എന്നാണ്. എന്ന് വെച്ചാൽ വിശ്രമിക്കുന്നവർ, ഉറങ്ങുന്നവർ എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ ഈ ഉറങ്ങുന്നവർക്ക് ദൈവ ശബ്ദം, അഥവാ വാങ്ങിപ്പോയവർക്ക്, നിദ്ര പ്രാപിച്ചവർക്ക് ദൈവശബ്ദം കേൾക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ സഭ പരേതരെ
ഓരോ വിശുദ്ധ കുർബാനയിലും പ്രാർത്ഥനയിലും നമ്മൾ ചേർത്ത് വയ്ക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൽ കൂടുതൽ വിശ്വസിക്കുന്നതക്കവണ്ണം നമ്മുടെ സമ്പത്ത്, അധികാരം, വൈദ്യശാസ്ത്രം പരാജയപ്പെടുന്നിടത്ത് ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധിക്കും. നമ്മുടെ സഭയുടെ വിശ്വാസങ്ങൾ, തിരുശേഷിപ്പ്, വാങ്ങിപ്പോലുള്ള പ്രാർത്ഥന, ഇതിലൊക്കെ കൂടുതൽ നമുക്ക് മനസ്സിലാക്കുവാനെല്ലാം ഈ വേദഭാഗം ഉതകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.